ഹലോ ഫ്ലൈവേഴ്സ്, നമ്മളിന്നിപ്പോൾ ഉള്ളത് ഫ്രാൻസിൽ തന്നെയാണ്. കഴിഞ്ഞ നമ്മൾ വെലാറിൻ്റെ കൊണ്ടുവന്നിരുന്ന ഡ്രൈവിൻ്റെ ഭാഗമായിട്ട് തന്നെ ഓടിച്ചായിരുന്നു പുതിയ റേഞ്ച് റോവർ ഇവോക്കും. പക്ഷേ ഇന്ന് നമുക്ക് ഇതിൻ്റെ റിവ്യൂ കൊണ്ടുവരാൻ വരുന്ന കാരണം ഇതിന് ഒരു എംപവർ കൊണ്ടുവരണം. ഇന്ത്യയിൽ ഇറങ്ങാൻ പോകുന്ന പുതിയ ജനറേഷൻ ഇവോക്കാണിത്. ഇതിൻ്റെ പെട്രോളും ഹൈബ്രിഡ് ഡ്രൈവിനാണ്. നമുക്ക് പെട്രോളാണ് ഡ്രൈവിന് തന്നിട്ടില്ല, കാരണം നമ്മൾ ഇന്ത്യയിൽ വരാവുന്ന പെട്രോളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ് നമുക്ക് നോക്കാം. ഓൾ മൈ ഫ്ലൈവേഴ്സ്, വെൽക്കം ടു ഫ്ലൈ വീൽ. റേഞ്ച് റോവറിൻ്റെ സ്റ്റേബിളിൽ ഏറ്റവും ചെറിയ വണ്ടിയാണ് ഇവോക്ക് വന്നപ്പോൾ തന്നെ ഒരു സെൻസേഷനായിരുന്നു. അന്ന് നമുക്കറിയാം വിക്ടോറിയ ബെക്കാമിൻ്റെ കൂടെ ചേർന്നിട്ടെല്ലാം ഡിസൈൻ ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എയിം ചെയ്തിരുന്നത് നല്ലൊരു ശതമാനം ലേഡീസ് ഓഡിയൻസിനായിരുന്നു. സൈസും ആ ഒരു സ്റ്റൈലും എല്ലാം അതിന് മാറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇതിനൊരു ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ പുതിയ ജനറേഷൻ വന്ന് ഒരു ചേഞ്ച് വരുമ്പോൾ ഒരു ഇവോല്യൂഷൻ പോലെയാണ് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം വലിയൊരു മേജർ ചേഞ്ച് അല്ല, എന്നാൽ പുതിയ റേഞ്ച് റോവറിലും കണ്ട തരത്തിലുള്ള സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. മെയിൻലി നമുക്ക് കാണാവുന്ന ഗ്രില്ലിലെ ഡീറ്റെയിലിംഗ് മാറി റേഞ്ച് റോവർ എന്നുള്ള ലോഗോ വന്നിട്ടുണ്ട്. അതും തന്നെ ഇതിൽ നല്ലൊരു ഡസ്റ്റിലൊരു ഡാർക്ക് കളറിൽ കൊടുത്തിട്ട് ഇതൊരു പുതിയൊരു കളറാണ്. ഇതും അതൊരു ഷാമ്പയിൻ ആയിട്ടുള്ള കളറാണ് നമുക്ക് ഡ്രൈവിനുള്ളത്. പിന്നെ ഇതിലുള്ള ലൈറ്റ് മാറി, നേരത്തെ മെട്രിക്സ് ലൈറ്റ് ഉണ്ടായിരുന്നു, മാറിയിട്ട് ഇപ്പം പിക്സൽ ലൈറ്റ്സ് ആണ്. ആ പിക്സൽ ലൈറ്റ് നമ്മൾ റീസെൻ്റ്ലി വെലാറിലും അതുപോലെ തന്നെ മറ്റുള്ള റേഞ്ച് റോവറിലും കണ്ട പോലെ തന്നെയാണ്. അത് കുറച്ചുകൂടിയും ഡെപ്ത് കൂടും, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഇരുന്ന് ലൈറ്റ് കട്ട് ചെയ്യുകയും ചെയ്യും. ഇവിടെ വന്നിരിക്കുന്ന ക്രോം എലമെൻ്റ് എല്ലാം തന്നെ ആ നേരത്തെ നമ്മൾ റേഞ്ച് റോവറിൽ കണ്ട കാര്യമാണ്. താഴെ വന്ന മെഷ് ഗ്രില്ലിൽ ആ ട്രീറ്റ്മെൻറ്റ് തന്നെയുള്ളത്. ഇനി സൈഡിലേക്ക് വരുമ്പോൾ പുതിയ വീലിൻ്റെ ഡിസൈൻ നമുക്ക് കാണാം. അതേപോലെ തന്നെ ബോഡി ലൈൻസും പഴയപോലെ തന്നെ കുറേ എല്ലാം കാണാൻ പറ്റുന്നുണ്ടെങ്കിലും കുറേ പുതിയ എലമെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഈ ഒരു എലമെൻറ്റും അതുപോലെ സൈഡിലെ എലമെൻറ്റെല്ലാം തന്നെ പണ്ടുപോലെ ഉണ്ടായിരുന്നത് തന്നെയാണ്. എന്നാൽ അതിൻ്റെ താഴെ മുതൽ ലൈൻ തുടങ്ങുന്ന റിയർ വരെ പോകുന്നുണ്ട്. അതിനൊരു കട്ടിങ് ഉണ്ട്, അത് അട്രാക്റ്റീവാണ്. ഇതിൽ വന്നിരിക്കുന്ന വീലാണെങ്കിലും പുതിയൊരു വീലാണ്, 20 ഇഞ്ചിൻ്റെ വീലാണ്. ഇത് മൾട്ടി സ്പോക്കാണ്. വേറെ ഡിസൈൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ഡ്രൈവിനുള്ള ഈ ഒരു വീലാണ്. ഷാമ്പയിൻ കളറിൽ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ റേഞ്ച് റോവറിൻ്റെ ടിപ്പിക്കലായിട്ടുള്ളൊരു റൂഫ് ലൈൻ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഗ്രീൻ ഹൗസും ആണുള്ളത്. അതിൽ തന്നെ ഇതിലൊരു ഡബിൾ ടോൺ കൊടുത്തിട്ടുണ്ട്, അതും ഒരു ബ്രോൺസ് കളറാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബോഡീന് മാച്ച് ആവുന്നുണ്ട്. വളരെ ഡിഫറെൻ്റ് ആണ്, വേറെ വണ്ടിയിൽ കാണാത്ത തരത്തിലുള്ള കളറാണ്. പോപ്പപ്പ് ചെയ്യുന്നൊരു ഡോർ ഹാൻഡിൽ വന്നിട്ടുണ്ട്. താഴെ ആണെങ്കിലും ഡൈനാമിക് ലൈൻ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്, ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. താഴത്തേക്ക് സ്ലോപ്പ് ചെയ്ത് പോകുന്ന ആ ഒരു ഡിസൈൻ റേഞ്ച് റോവറിൻ്റെ ഒരു ഡിസൈൻ ഐഡൻറ്റിറ്റി അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുള്ള കോട്ടർ ഗ്ലാസും ഈ ഒരു ഗ്ലാസ്സിലും ബ്ലാക്ക് ഔട്ട് ചെയ്ത് കാണുന്നുണ്ട്. ഇത് നമ്മുടെ നാട്ടിലില്ലാത്തൊരു സിസ്റ്റമാണ്. ബാക്കിലേക്ക് നമ്മൾ പ്രൈവറ്റ് ഗ്ലാസ് എന്ന് വരും, ബ്ലാക്ക് ഔട്ട് ചെയ്ത ഗ്ലാസ്. അപ്പോൾ അതുകൊണ്ട് ടിൻറ്റിൻ്റെ കാര്യം വരുന്നില്ല. റിയറിൽ നമുക്ക് ആ ഒരു വീൽ ഡിസൈൻ കാണാം. റിയറിലേക്ക് വരുമ്പോൾ ടെയിൽ ലൈറ്റിൻ്റെ ഒരു വാലും കൊണ്ട് നിൽക്കുന്നത് കാണാം. ഇതെല്ലാം തന്നെ ഒരു റേഞ്ച് റോവർ ഡിസൈൻ ഐഡൻറ്റിറ്റിയാണ്. ആ സ്പോയിലറിൻ്റെ ഡിസൈനും ഒരു ഡിസൈൻ്റെ എലമെൻ്റായി സൈഡിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും. നമുക്ക് റിയർ നോക്കാം. സോ റിയറിലേക്ക് വരുമ്പോഴും നമുക്ക് ആ ഒരു ടിപ്പിക്കലായിട്ടുള്ള റേഞ്ച് ഓഫ് ഡിസൈൻ എലമെൻറ്റ് കാണാം. പക്ഷേ ടെയിൽ ലൈറ്റ് എല്ലാം ഒന്ന് മാറിയിട്ടുണ്ട്, കുറച്ചുകൂടി സ്ലീക്ക് ആയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ തവണ കണ്ട വെലാറിനെ പോലെയാണ്. അതിനുള്ളിൽ വന്നിരിക്കുന്ന LED ലൈറ്റ്സും അങ്ങനെ വന്നിരിക്കുന്നത്. ഇവോക്കിൻ്റെ ലോഗോ എല്ലാം തന്നെ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അറിയാം നമുക്ക് 3 ബ്രാൻഡായിട്ടാണ് നിൽക്കുന്ന ലാൻഡ് റോവർ. അതിലൊന്ന് ഡിഫൻഡറും, ഒന്ന് ഡിസ്കവറും, പിന്നെ ഒന്നൊരു റേഞ്ച് റോവർ. അപ്പോൾ റേഞ്ച് റോവർ എന്നുള്ള ബ്രാൻഡായിട്ട് വന്നു. ഇവിടെ താഴേക്ക് വരുമ്പോൾ ബമ്പറിൻ്റെ ഒരു ഡിസൈനിലും ആ ഒരു ഡിഫ്യൂസർ ഡിസൈനിലെല്ലാം ആ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഈ ഒരു റിയർ സ്പോയിലറും ബോൾഡായി നിൽക്കുന്ന അട്രാക്റ്റീവാണ്. ഇതിൻ്റെ ഉള്ളിലാണ് വൈപ്പർ വരുന്നത്. നമ്മുടെ തുറന്നു കഴിഞ്ഞാൽ ആക്ച്വലി വലിയൊരു ബൂട്ട് സ്പേസും കാണാം. ഇത് പ്ലഗ് ഇൻ ഹൈബ്രിഡിൽ കുറച്ച് സ്പേസ് പോകുന്നുണ്ട്. നമുക്ക് ആ പ്രശ്നം വരുന്നില്ല, നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയും താഴെ നമുക്ക് ഒരു സ്പെയർ വീലിൻ്റെ ഡിസൈൻ എല്ലാം വെച്ചിട്ടുള്ളതുകൊണ്ട് അത് ആ സ്പേസ് ശരിക്കും ഫ്ലാറ്റായിട്ട് പോകുന്നുണ്ട്. മൊത്തത്തിൽ റേഞ്ച് റോവറിനായിട്ട് നിൽക്കുന്ന ഡിസൈൻ ശരിക്കും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് തന്നെ ഇവോക്ക് വന്നിട്ടുള്ളത്. പുതിയ തലമുറ റേഞ്ച് റോവറിലെല്ലാം കണ്ട തരത്തിലുള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈൻ തന്നെയാണ് പുതിയ ഇവോക്കിലും വന്നിട്ടുള്ളത്. ബേസിക്കലി ഒരു മിനിമലിസ്റ്റിക് അപ്രോച്ചാണ് മെയിൻലി നമുക്കിവിടെ കാണാവുന്നത്. അത് നമ്മൾ ഇന്ന് ഈ ഒരു തലമുറ റേഞ്ച് റോവർ എല്ലാത്തിലും ടോപ്പ് എൻഡ് ആയിട്ടുള്ള റേഞ്ച് റോവർ മുതൽ സ്പോട്ടും വെലാറിലെല്ലാം കണ്ടുവന്നിട്ടുള്ള അതേ ഡിസൈൻ പാറ്റേണും അതേ ഡിസൈൻ ലാംഗ്വേജ് തന്നെ ഇതിൽ ഫോളോ ചെയ്തിട്ടുള്ളത്. പ്രൈമർലി ഈ ഒരു സ്ക്രീനാണ് എല്ലാ കൺട്രോൾസും വരുന്നത്. വേറെ സ്വിച്ചോ ബട്ടൺസോ ഒന്നുമില്ല. പിന്നെ വരുന്ന ആകെ ഈ ഗിയർ ലിവറാണ്. സ്റ്റിയറിങ്ങിൻ്റെ മേലെ അതുപോലെ തന്നെ മൾട്ടി ഫംഗ്ഷൻ ആയിട്ടുള്ള ബട്ടൺസ് ഉണ്ട്. പിന്നെ നമുക്ക് 2 സ്ക്രീൻസുള്ളൂ. ഒന്ന് നമുക്ക് ഓഡോമീറ്ററിൻ്റെ സ്ക്രീനും മറ്റൊന്ന് വന്നിരിക്കുന്ന ഇൻഫർടൈൻമെൻ്റ് ആണ്. ഇതിൽ തന്നെ പുതിയ തരത്തിലുള്ള ഗ്രാഫിക്സ്, ഇതെല്ലാം നമ്മൾ പുതിയ വണ്ടികളിലെല്ലാം കണ്ട തരത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി മേലെ നിന്ന് താഴേക്ക് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ട്. പിന്നെ എയർ വെൻ്റെല്ലാം കുറച്ചുകൂടിയും നമുക്കിവിടെ ഓപ്പൺ ആയിട്ടുള്ള എയർ വെൻ്റ് കാണാം. ഇവിടെ വന്നിരിക്കുന്ന എലമെൻറ്റ്സ് എല്ലാം നന്നായിട്ട്. പിന്നെ ഇതിൽ ആക്ച്വലി പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു വലിയൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ലെതറിന് പകരം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സസ്റ്റൈനബിൾ മെറ്റീരിയൽസ് ആണ്, റീസൈക്കിൾ ചെയ്തിട്ടുള്ള മെറ്റീരിയൽസും കാര്യം. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ഒരു ഫാബ്രിക് മെറ്റീരിയലാണ് ഉള്ളത്. അതിൽ തന്നെ ലെതർ അല്ലാത്ത നോൺ ലെതർ ആയിട്ടുള്ള ലെതറിനെ തോന്നിക്കുന്ന മെറ്റീരിയലും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഓടിക്കുന്നതിലുള്ള അത്തരത്തിലുള്ള മെറ്റീരിയൽ ഇന്ത്യയിലും കസ്റ്റമർ പ്രിഫറൻസ് വെച്ചിട്ട് ചിലപ്പോൾ അതായിരിക്കും വരിക. പക്ഷേ ഫാബ്രിക് മെറ്റീരിയൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതും കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ നല്ലത് അതാണ്. ചൂടത്തെല്ലാം നല്ലത് ശരിക്കും നമുക്ക് കുറച്ചുകൂടെ ചൂടെല്ലാം കുറയുന്ന രീതിയിൽ മെറ്റീരിയൽ ഉപയോഗിക്കുന്നതാണ്. പിന്നെ നമുക്ക് മിററായിട്ടുള്ള റിയർവ്യൂ മിറർ വന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ ക്യാമറ ഉള്ള റിയർവ്യൂ മിററാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് കഴിഞ്ഞ പല മോഡലും കണ്ട തരത്തിലുള്ള വലിയൊരു പാനോമിക് സൺറൂഫ് വന്നിട്ടുണ്ട്. ക്വാളിറ്റി എല്ലാം തന്നെ അടിപൊളിയാണ്. ഇവിടെ വുഡൻ പാനൽസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും ഒരു ക്വാളിറ്റി ഫീൽ ലഭിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഇവോക്കിൽ നിന്ന് പുതിയ ജനറേഷനിലേക്ക് മാറിയിട്ടുള്ള ഡിസൈനാണ് നമുക്ക് കാണാവുന്നത്.
ബാക്കിയുള്ള സീറ്റ് അറേഞ്ച്മെൻറ്റും ഇൻറ്റീരിയർ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവോക്കിൻ്റെ റിയർ സീറ്റ് കുറിച്ച് പറയുകയാണെങ്കിൽ മുമ്പ് കണ്ട പോലെ തന്നെ വലിയൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ അല്ല റിയറിൽ വന്നിരിക്കുന്നത്. കുറച്ചൊരു ക്രാംഡ് ആയിട്ടുള്ളൊരു കോമ്പാക്ട് മേടിക്കേണ്ട രീതിയിലൊരു ഫീലാണുള്ളത്. പക്ഷേ ഇവോക്ക് ഒരു മീൻ ചെയ്യുന്ന കൂടുതലും ഒരു ഡ്രൈവേഴ്സ് കാർ ആയിട്ടതുകൊണ്ട് അത് വലിയൊരു വിഷയം വരാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് കമ്പനിയുടെ വാദം. ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഉള്ളതിനേക്കാളേറെ പുറമേയുള്ള കസ്റ്റമേഴ്സ് എല്ലാം തന്നെ ഒരു ഡ്രൈവർ സെൻട്രിക് ആയിട്ടാണ് ഇവോക്കിനെ കാണുന്നത്. ഇവൻ ഒരു റേഞ്ച് റോവർ അല്ലെങ്കിൽ ലാൻഡ് റോവർ DNA ഓഫ് റോഡിലെല്ലാം ഉണ്ടെങ്കിലും മോർ ഒരു സിറ്റി കാർ എന്ന രീതിയിലാണ് ഇത് ഉപയോഗിക്കുന്നത്. കൂടുതലും വുമൺ ഡ്രൈവേഴ്സ് ഉള്ളൊരു കാറും കൂടിയാണ് ഇവോക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിയറിൽ കുട്ടികൾക്ക് മാക്സിമം സ്പേസും ഇനി കുട്ടികൾക്കുള്ള ഐസോഫിക്സും സീറ്റെല്ലാം വെക്കാവുന്ന സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടാണ് ആക്ച്വലി റിയർ ഒരുക്കിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ഫ്രാൻസിലാണെങ്കിലും ഇപ്പം ഇന്ത്യയിൽ വന്നിരിക്കുന്ന 2 എഞ്ചിൻ വേരിയൻറ്റിലാണ്. ഇന്ത്യയിൽ വന്നിരിക്കുന്നതിൽ ഒന്ന് 2 ലിറ്റർ പെട്രോളാണ്, മറ്റൊന്ന് വന്നിരിക്കുന്നത് 2 ലിറ്റർ എഞ്ചിനും ഡീസലുമാണ്. പെട്രോളിന് 250 HP ആണ് കരുത്ത് വരുന്നത്, അതുപോലെ തന്നെ 365 Nm ടോർക്കും ഉണ്ട്. ഡീസലിന് 204 HP 430 Nm ടോർക്കുമാണ്. ബേസിക്കലി ഈ 2 ഗിയർ ബോക്സും കണക്ട് ചെയ്തിട്ടുള്ളത് HP ഗിയർ ബോക്സിലേക്കാണ്. അത് ZF ഗിയർ ബോക്സ് ആണ്. അതുപോലെ തന്നെ ലാൻഡ് റോഡ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ള ടെറൈൻ കൺട്രോൾ എന്നുള്ള 4-wheeler സിസ്റ്റം ഇതിൽ വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ യൂസേജ് വളരെ കുറവായിരിക്കും എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇത്തവണ ഓഫ് റോഡ് ഡ്രൈവ് ഒന്നും തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ടായിരുന്നില്ല. മെയിൻലി ഒരു ഓൺ റോഡ് ഡ്രൈവ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ ഫ്രാൻസിൽ ലഭിച്ചിരുന്നത്. നമുക്ക് ആ ഒരു സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന നമ്മൾ നേരത്തെ വെലാറിൻ്റെ എപ്പിസോഡിൽ കൊണ്ടുവന്ന അതേ റോഡുകളിലൂടെ തന്നെയായിരുന്നു നമ്മൾ ഓടിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കുറേ ഡൈനാമിക് ഫീല്, പ്രത്യേകിച്ച് ട്വിസ്റ്റി റോഡ്സും വൈൻഡിങ് റോഡും കൺട്രി റോഡെല്ലാം ആയതുകൊണ്ട് ഒരുപാട് തരത്തിൽ നമുക്ക് ഡൈനാമിക്സ് ചെക്ക് ചെയ്യാനുള്ള അവസരം കിട്ടി. അതിലെല്ലാം തന്നെ നല്ല സ്റ്റേബിളും ഒരു SUV എന്നുള്ള ക്യാരക്ടറിനേക്കാളേറെ ഒരു കാർ ലൈക്ക് ഫീലും ഇവോക്കിന് നൽകാൻ സാധിച്ചിട്ടുണ്ട്. ഹൈവേയിലാണെങ്കിലും അത്യാവശ്യം നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ ഓടിച്ചിരുന്ന P250 എന്ന പെട്രോൾ വേരിയൻ്റ് ആയിരുന്നു. ഈ പെട്രോൾ വേരിയൻറ്റിന് തന്നെ ഹൈബ്രിഡ് ആയിട്ടുള്ള വേർഷനും ഉണ്ടായിരുന്നു ഡ്രൈവിന്. നമുക്ക് രണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പക്ഷേ ഇന്ത്യ സെൻട്രിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ പെട്രോൾ എഞ്ചിൻ അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ടുണ്ട്, പവറും ഉണ്ട്. പിന്നെ നമ്മൾ ഹൈവേയിലെല്ലാം ഓടിക്കുമ്പോഴും നമുക്ക് ലിമിറ്റഡ് സ്പീഡിലായതുകൊണ്ട് തന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടിയിരുന്ന ടോർക്കിൻ്റെ ഓവർടേക്ക് ചെയ്യുമ്പം സിഗ്നൽ എടുക്കുമ്പം എല്ലാം അതും പെട്രോൾ ആയതുകൊണ്ട് തന്നെ ആ ഒരു ലീനിയർ ടോർക്ക് ഡെലിവറി ആണ് ഉണ്ടായിരുന്നത്. ബട്ട് ഇറ്റ് വാസ് ഗുഡ്. നമ്മൾ ഷാംപെയിൻ എന്ന് പറഞ്ഞ സ്ഥലം വരായിരുന്നല്ലോ ഡ്രൈവ് ഉണ്ടായിരുന്നു. അത് വെലാറിൽ കണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു റൂട്ട് എന്ന് പറയുന്നതെല്ലാം തന്നെ ഭയങ്കര സിനിക് ആയിട്ടുള്ള റൂട്ടാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നതാണെങ്കിലും ഇതിൻ്റെ ഒരു ഭംഗി അല്ലെങ്കിൽ ഡിസൈൻ വലിയൊരു ആസ്പെക്റ്റ് ആണെന്നുള്ളത് ഈ ഡ്രൈവർ മനസ്സിലാവുണ്ടായിരുന്നു. ഒരുപാട് ഐബോൾ അറ്റൻഷൻ ലഭിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇങ്ങനത്തെ റോഡുകളിൽ കുറച്ചൊരു ചെറിയ വണ്ടി കൂടെ ആകുമ്പം വളരെ ഒരു മാച്ചിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത്. അതിന് അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സും റേഞ്ച് റോഡ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലിപ്പം ലോഞ്ച് ചെയ്തു. അത് 67.9 ലക്ഷം രൂപയ്ക്കാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇന്ത്യൻ വെഹിക്കിൾ ഇന്ത്യൻ കണ്ടീഷനിൽ ഓടിക്കുന്നതായിരിക്കും ഉത്തമമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഉടനെ തന്നെ ഇന്ത്യൻ റിവ്യൂ കൊണ്ടുവരും. സോ ദിസ് ഇസ് ജസ്റ്റ് എ ഫസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ്. ഈ ഒരു ഫസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസിൽ ഇതിൻ്റെ ലുക്കും അതായത് ഫീച്ചേഴ്സിലും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് ആസ്പെക്റ്റിലും മനസ്സിലാക്കിയിട്ട് ഇവോക്ക് പോലൊരു വണ്ടിയാണോ അതോ കുറച്ചുകൂടി ഹാർഡ് കോർ ആയിട്ടുള്ള ഓഫ് റോഡറാണോ അതോ കുറച്ചുകൂടി സോഫ്റ്റ്വെയർ ആയിട്ടുള്ള വെഹിക്കിളാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ള കമൻറ്റിൽ പറയണം. എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും മറക്കാതിരിക്കുക. അടുത്ത മറ്റൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ്.